ഹലോ ഗായ്സ്, അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 തിരശ്ശീല ഉയർന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള റിയലായിട്ടുള്ള നാടകം അരങ്ങേറാൻ പോകുകയാണ്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ സ്വന്തം ലാലേട്ടൻ എൻട്രി ചെയ്തു. പുള്ളിക്ക് ഈ ബിഗ് ബോസ് ഹൗസ് ഒരു മെഡിറ്റേഷൻ പ്ലേസാണ്. കുറേ നേരം സഞ്ചരിച്ചിട്ടാണ് പുള്ളി ഇവിടെ എത്തിയത്. അതിൻ്റെ ക്ഷീണമൊക്കെ സ്വാഭാവികമായി ലാലേട്ടനുണ്ടാകും. എന്നാൽ ആ ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോൾ മുതൽ പുള്ളി ഫുൾ പവറിലാണ്. പുള്ളിക്ക് ഈ പുതിയ ബിഗ് ബോസ് ഹൗസ് ഒരുപാട് ഇഷ്ടമായി. എന്നിട്ട് കുറേ നേരം പുള്ളി ബിഗ് ബോസുമായിട്ട് കുറേ എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്നിട്ട് പുള്ളി ബിഗ് ബോസിൻ്റെ ഓരോ വീടിൻ്റെയും പേരിടൽ പർമ്മത്തിലേക്ക് കടന്നു. കിളിക്കൂട് എന്നൊക്കെ പറഞ്ഞാൽ വിചിത്രമായ പേരുകൾ ഇട്ടുകൊണ്ട് പുള്ളി കോമഡി കാണിക്കാനും ഈ പ്രാവശ്യം മൊത്തത്തിൽ ഒരു ബെഡ്റൂം വാറായിരിക്കുമെന്ന് ലാലേട്ടനൊരു സൂചന തന്നു. വീണ്ടും ലാലേട്ടൻ്റെ വക മോർ ഡ്രാമയ്ക്ക് ശേഷം ലാലേട്ടൻ നേരിൻ്റെ അതേ ഗെറ്റപ്പിൽ വിത്ത് സ്പെക്സ് വിത്തൗട്ട് വക്കീൽ കോട്ടുമായി എത്തി പുതിയ 19 കണ്ടസ്റ്റൻസിനെ വിളിക്കാൻ തുടങ്ങി. ആദ്യമായി വന്നത് ദൃശ്യത്തിലെ ജോർജ് കുട്ടിയുടെ മൂത്ത മകളാണ്. അത് ഹൻസിലു തന്നെ. ഇപ്രാവശ്യം എല്ലാവരുടെയും എൻട്രി കുറിച്ച് സൂമിന്നാണ്. പുള്ളിക്കാരത്ത് ചുമക്ക റെക്ക പാട്ട് പാടിക്കൊണ്ട് ഒരു കൂൾ എൻട്രിയൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് വന്നു. ബാത്റൂമിൻ്റെ പരിസരത്തെങ്ങാനും ബിഗ് ബോസ് അറിയാതെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എടുത്തു മാറ്റുക. ഇല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ വീട്ടിലെ വാഴത്തോട്ടത്തിൽ ചാക്കിൽ പൊതിഞ്ഞ അവസ്ഥയിൽ കാണപ്പെടും. ബിഗ് ബോസിൽ വെച്ചെങ്കിലും വരുണിൻ്റെ ബോഡി എവിടെയെന്ന് കണ്ടെത്തുമായിരിക്കും. ബിഗ് ബോസ് ആകുമ്പോൾ എന്തായാലും ഒരു ബോഡി ബിൽഡർ നിർബന്ധമാണ്. ഇപ്രാവശ്യം അത് ജിൻഡോ എന്ന ആളാണ്. പുള്ളിക്ക് മാർഷൽ ആർട്സൊക്കെ വശമുണ്ട്. സോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അല്പം സൂക്ഷിച്ചു. ബിഗ് ബോസ് ആകുമ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളും വേണമല്ലോ. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യമുള്ളതാണ് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സിനിമയോ സീരിയൽ നടി. അത് ഈ പ്രാവശ്യം യമുന റാണി എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ കുറേയേറെ പ്രഡിക്ഷൻസിനുള്ളിൽ നമ്മുടെ സ്വന്തം മുടിയൻ ഋഷി. അതെ, ഈ പ്രാവശ്യത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ കണ്ടസ്റ്റൻസിൽ ഒന്നാണ് ഋഷി. എന്തായാലും പൊളിക്കുമെന്ന് തോന്നുന്നു. അടുത്തതായി വന്നത് ജാസ്മിൻ ജാഫറാണ്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്ററായി വളർന്നു പന്തലിച്ച പെൺകുട്ടി. ബിഗ് ബോസിൽ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണോ വന്നത് നമുക്ക് കണ്ടറിയാം. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ചുള്ളൻ ചെക്കനാണ് സിജോ. 6ാമത്തെ കണ്ടസ്റ്റൻ്റായി വന്നത് പുള്ളിയാണ്. ശരീരപ്രകൃതി ലുക്കൊക്കെ കണ്ടിട്ട് ഒരു റൊമാൻറ്റിക് പ്ലേ പ്രതീക്ഷിക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ സീരിയൽ കുടുംബത്തിൽ നിന്ന് വളർന്നു വീണ ആദ്യത്തെ മത്സരാർത്ഥി ശ്രുതി കൃഷ്ണൻ. വളരെ പോപ്പുലറായ ഒരു കണ്ടസ്റ്റൻ്റാണ് ശ്രുതി. 8ാമതായി വന്നത് എല്ലാവരെയും മേക്കപ്പ് ഇട്ട് രൂപം മാറ്റാൻ വരുത്തുന്ന കെൽപ്പുള്ള ചാൻമണി എന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. കണ്ടറിയാം ആരുടെയൊക്കെ രൂപം മാറുമെന്ന്. സീസൺ 6 കർട്ടൻ റേസറിൽ ഒരു ഉണ്ടയുമായി വന്ന കണ്ടസ്റ്റൻ്റാണ് രതീഷ് കുമാർ. ഒരു കോമഡി വൈബ് പിടിക്കാൻ പറ്റിയ ഒരാളാണ് പുള്ളി എന്ന് തോന്നുന്നു. സോ പുള്ളിയിൽ നിന്ന് കുറേ കണ്ടന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. 10ാമതായി വന്നത് പ്രിഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരാൾ തന്നെയായിരുന്നു ശ്രീരേഖ. നല്ല സ്മാർട്ടായിട്ടാണ് വന്നത്. ഈ സ്മാർട്ട്നെസ് ഒക്കെ നിലനിർത്താൻ പറ്റുമെങ്കിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആകും. അങ്ങനെ ബിഗ് ബോസിൻ്റെ സ്വന്തം റോക്കി ബായി ആയി വന്നതാണ് റോക്കി യാസിൻ. പുള്ളിയുടെ ഉള്ളിൽ 2 വ്യക്തിത്വമുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു അമ്പിയാനിൻ്റെ അഴിഞ്ഞാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വീണ്ടും ഏഷ്യാനെറ്റ് സീരിയൽ കുടുംബത്തിൽ നിന്നും വഴിതെറ്റി വന്ന ഒരു കണ്ടസ്റ്റൻ്റ് അപ്സര. വീണ്ടും സീരിയൽ ആർട്ടിസ്റ്റുകൾ. ഒരു ലവ് ട്രാക്ക് ഓടിക്കാൻ കൽപ്പുള്ള അടുത്ത ഐറ്റം ഗബി ജോസ്. പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. ഇൻസ്റ്റഗ്രാമത്തിലെ കണ്ടന്റ് ക്രിയേറ്ററായി വളർന്നു പന്തലിച്ച അടുത്ത മത്സരാർത്ഥി പേര് നോറ. ബിഗ് ബോസ് ആർമി യൂണിയനിലേക്ക് ചേർക്കാൻ പറ്റിയ ഒരു മുതലാണ് അടുത്തത്. ആദ്യ ഇംപ്രഷൻ കണ്ടിട്ട് മച്ചാൻ ഒരു പുതിയ ആർമി ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. മച്ചാൻ്റെ പേര് അർജുൻ. സുരേഷ് മേനോൻ. പുള്ളിയുടെ ഇൻട്രോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് മാർവൽ കോമിക്സിലെ കിങ് പിൻ ആണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ ലാലേട്ടൻ്റെ ഭ്രമരം പടത്തിലെ മറ്റേ പുള്ളിയാണ് ആശാൻ എന്ന്. അങ്ങനെ വീണ്ടും ഏഷ്യാനെറ്റ് സീരിയൽ മഹാവൃക്ഷത്തിൽ നിന്നും വളർന്നു വീണ മറ്റൊരില ശരണ്യ. എന്താണെന്നറിയത്തില്ല, ഈ സീസൺ 6 മൊത്തം ഒരു സീരിയൽ മയമാണ്. അങ്ങനെ അവസാനമായി കോമണേഴ്സായി 2 പേരെ കൂടി കൊണ്ടുവന്ന് സീസൺ 6 19 അംഗസംഖ്യ ലാലേട്ടൻ പൂർത്തിയാക്കി. 2 ഫീമെയിൽ റൈഡേഴ്സാണ് ഈ പ്രാവശ്യം കോമണേഴ്സായി വന്നത്. പ്രസ്പിൻ ബായും നിഷാനുമാണ് അവർ. അങ്ങനെ ഒരു ഇടിയുടെ പൊടിപ്പൂരത്തിന് ലാലേട്ടൻ തിരികൊടുത്തിരിക്കുകയാണ്. കണ്ടറിയാം എന്താണ് മാറ്റി പിടിച്ചതെന്ന്.